കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നേര്യമംഗലം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് മുന്നിൽ യാത്രാ നിരോധന ലംഘന യാത്ര സംഘടിപ്പിച്ചു. അപകടാവസ്ഥ ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കാതെ ദേശീയപാതയിലെ നേര്യമംഗലം വനമേഖലയിൽ യാത്രാ നിരോധനം ഏർപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ചായിരുന്നു കോൺഗ്രസിന്റെ സമരം. കോൺഗ്രസ് അടിമാലി ബ്ലോക്ക് പ്രസിഡന്റ് ബാബു പി കുര്യാക്കോസ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. മഴ കനക്കുകയും ദേശീയപാതയിലെ നേര്യമംഗലം വനമേഖലയിൽ മരം വീഴ്ച ആവർത്തിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നേര്യമംഗലം വനമേഖലയിലൂടെയുള്ള അനാവശ്യ യാത്രകൾക്ക് ജില്ലാ ഭരണകൂടം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിനോദസഞ്ചാര യാത്രകൾക്കും വിലക്കുണ്ട്. ഈ സാഹചര്യത്തിലാണ് യാത്രാ നിരോധന ലംഘന യാത്രയുമായി കോൺഗ്രസ് രംഗത്തെത്തിയത്. പാതയോരത്ത് അപകടാവസ്ഥ ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കേണ്ടുന്നതിനു പകരം ദേശീയപാതയിൽ യാത്രാ നിരോധനം ഏർപ്പെടുത്തിയെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. അടിമാലി ഇരുമ്പുപാലം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തിയ സമരം കോൺഗ്രസ് അടിമാലി ബ്ലോക്ക് പ്രസിഡന്റ് ബാബു പി കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. ഈ കാര്യത്തിൽ തീരുമാനമുണ്ടാക്കാൻ ഇടതുപക്ഷ ജനാധിപത്യമുണ്ട്. മുഖ്യകക്ഷിയായ CPM-ന്റെ നേതാവ് പിണറായി വിജയന് കഴിഞ്ഞില്ലെങ്കിൽ രാജിവെച്ച് പുറത്തു പോകണം. രാജിവെച്ച് നിങ്ങൾ പുറത്തു പോകണം. മാന്യമായി ഇടുക്കി ജില്ലക്കാരെ സംരക്ഷിക്കാൻ ഞങ്ങളുടെ കൂടെ നിന്നില്ല എങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ പ്രവർത്തകർ പോലും ഇനി ഉണ്ടാകുകയില്ല. ഈ പശ്ചിമ ബംഗാളിൽ സംഭവിച്ചതുപോലെ തന്നെ ഇനിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സംഭവിക്കുമെന്ന കാര്യം സംശയമില്ല. പിണറായി വിജയനാണെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഈ റോഡിൽ നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റാൻ ഉള്ള സാഹചര്യം ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ അതിശക്തമായ അതിവിപുലമായ സമരങ്ങൾ ഞങ്ങൾ നടത്തും. നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അടിമാലി മുതൽ ആരംഭിച്ച യാത്രാ നിരോധന ലംഘന യാത്ര നേര്യമംഗലം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് മുമ്പിൽ സമാപിച്ചു. അപകടാവസ്ഥ ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾ തയ്യാറാകണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. സമരത്തിൽ അടിമാലി മണ്ഡലം പ്രസിഡന്റ് ഹാപ്പി കെ വർഗീസ്, പോൾ മാത്യു, PA സജി, KP അസീസ്, MA അൻസാരി, ജോബി ചെമ്മല, ബേബി അഞ്ചേരി, ഷിൻസെലിയസ്, MI ജബ്ബാർ, സിജോ പുല്ലൻ, KS മൊയ്തു, SA ഷജാർ, K കൃഷ്ണമൂർത്തി, PI ബാബു, അനിൽ കനകൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അടിമാലി.